ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതാണ്. ആ സമയത്ത് അനാമികയും അനിയും മുറിയിലുണ്ട് കേട്ടോ. അനിക്ക് കുറച്ച് ദിവസമായിട്ട് അനാമികയുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അനി ഇപ്പൊ പല തവണ ആയിട്ട് പുറത്ത് വെച്ചിട്ട് അനാമിക മറ്റൊരാളുടെ ബൈക്കിൽ കയറി പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനു മുന്നേ മറ്റൊരു എപ്പിസോഡിലും അനി അത് പറഞ്ഞു ചെയ്തിരുന്നു. അനാമിക അനിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, നീ ഇതുപോലെ ഒരു പയ്യന്റെ കൂടെ പല തവണയായിട്ട് ബൈക്കിൽ കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോന്ന്. ആ ഒരു സീനെ നിങ്ങൾ ഓർത്തെടുക്കുന്നില്ലേ? അതേ സംഭവമാണ് അവിടെ കാണിക്കുന്നത്. ആ ഫോൺ വന്ന പാടത്തിന് അനാമിക എഴുന്നേറ്റ് ഫോണിൽ ആരാ വിളിച്ചെന്ന് നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോ തന്നെ അനാമിക ഒരു നിമിഷം സ്റ്റക്കായി പോവാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ അനി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അനാമിക പതുക്കെ അനിയുടെ മുഖത്തോട്ട് നോക്കാണ്, അനി ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. എന്നാ അനി ഇത് മനസ്സിലാക്കിയിട്ട് നോട്ടം മറ്റൊരിടത്തേക്ക് മാറ്റാണ്. അപ്പൊ തന്നെ അനാമിക മനസ്സിലാവാണ് കാര്യമായിട്ട് അനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. ആ സമയത്ത് അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഇവിടുന്ന് സംസാരിച്ച ശരിയാവില്ല. ആ സമയത്ത് വീണ്ടും അനാമികയുടെ ഫോണിലേക്ക് കോൾ വരാണ്ടോ. അപ്പോഴാണ് എഴുതി കാണിക്കുന്നത് വരുണെന്ന്. ഈ വരുൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ അനാമികയ്ക്ക് നിരന്തരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. അനാമികയ്ക്ക് ഇടയ്ക്ക് വരുന്ന കോളും അത് മാത്രമല്ല ആ പയ്യന്റെ കൂടെയുള്ള കറക്കമൊക്കെ അനിക്ക് മൊത്തത്തിൽ കൂട്ടി വഴിച്ചപ്പോ എന്തൊക്കെയോ വശപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണ്. അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, തൽക്കാലം ഇവിടുന്ന് മാറിയിക്കാം. ഇതും പറഞ്ഞ് അനാമിക ഫോൺ എടുത്ത് പുറത്തോട്ട് പോകാൻ നോക്കുമ്പോ അനി ചോദിക്കുന്നുണ്ട്, ഒന്ന് നിന്നേ. എന്താ നീ? അല്ല, 1-2 ദിവസമായിട്ട് നീ ഫോൺ എവിടെ എടുത്തു വെക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്കിപ്പോ ആരെ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് എന്റെ വീട്ടിൽ നിന്ന് അമ്മയാ. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. ഈ വിളിക്കുന്നത് എന്തായാലും അവളുടെ അമ്മയല്ല, പിന്നെ അതാരായിരിക്കും? എന്തായാലും ഇവളുടെ ചുറ്റിക്കളി കണ്ടുപിടിച്ചാൽ പറ്റൂ. തൽക്കാലം നന്ദുവിന്റെ സഹായം തേടുന്നതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും അവള് ഭാവിയിൽ പോലീസാവാൻ പോകുന്നവളല്ലേ. എന്തായാലും നന്ദുവിനോടും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഹലോ വരുൺ, എന്തിനാ വരുൺ നീ എന്റെ ഫോണിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഇവിടുന്ന് ഒഴിവ് കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന്. അനാമികെ, ഞാൻ നിന്നെ രാവിലെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് കരുതണ്ടേ? ദേ, ഇപ്പൊ തന്നെ ഞാൻ അനിയുടെ മുന്നിലായിരുന്നു. അവൻ ചോദിക്കും എന്നോട് ആരാ വിളിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ നിനക്ക് പറയാൻ പാടില്ലായിരുന്നു നിന്റെ കാമുകനാണെന്ന്. ദേ വരുൺ, നീ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കല്ലേ. നിനക്കും കൂടി വേണ്ടിയിട്ടില്ലേ ഞാൻ ഈ അനന്തപുരിയിൽ കയറി പറ്റിയത് എന്ന് കരുതി ഞാൻ നിനക്ക് അവനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ വരുണിനെ കാണാൻ അവിടെ എത്തിയിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. എന്റെ ഡാഡി മമ്മി ചോദിക്കുന്നുണ്ട് എന്തായി നമ്മുടെ കല്യാണക്കാരിയെന്ന്. നീ കൊമ്പത്തെ പണക്കാരിയാണെന്നല്ലേ അച്ഛൻ അമ്മയോടൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതിനുള്ള വഴിയായിട്ടാണല്ലോ നീയും നിന്റെ വീട്ടുകാരും അനന്തപുരി കണ്ടുപിടിച്ചത്. ഞാനും എന്റെ വീട്ടുകാരും മാത്രം. അപ്പൊ നിനക്കിതിൽ പങ്കില്ലേ? എനിക്ക് പങ്കുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റൂ. വരുൺ പ്ലീസ്, നീ ഇങ്ങനെ വിളിക്കുമ്പോ ഏത് സമയത്തും എനിക്ക് ഓടിപ്പാഞ്ഞു വരാൻ പറ്റില്ല. പിന്നെ നിനക്ക് ആ അനിയുടെ കൂടെ എല്ലാ സമയവും സ്പെൻഡ് ചെയ്യാം അല്ലേ? അവനല്ല നിന്റെ ഭർത്താവ്, ഞാനാ. അവൻ വെറും നിന്റെ ഫേക്ക് ഹസ്ബൻഡ്. അവന്റെ കൂടെയല്ല നീ കൂടുതൽ സമയം വേണ്ടത്, എന്റെ കൂടെയാ. അതങ്ങനെ തന്നെയാണല്ലോ, പക്ഷെ ഇവിടുന്ന് കാര്യം നേടിയെടുക്കുന്നത് വരെ ഇവരുടെ കൂടെ നിന്നേ പറ്റൂ. ദേ, എന്റെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. ദേ, നീയും അവനും വേറെ മുറിയിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത്. പിന്നെ അവൻക്ക് നിന്നോട് വലിയ താല്പര്യം ഇല്ലെന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്കിപ്പോ പേടിക്കാനൊന്നുമില്ല. എന്തായാലും നിന്നെ എനിക്കൊന്ന് കാണണം. ഓ ശരി, എങ്കിൽ പിന്നെ നീ എങ്ങോട്ടാ വരണ്ടേന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ ബീച്ചിലോട്ട് വന്നാ മതി, ഞാൻ അവിടെ ഉണ്ടാകും. അല്ല, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ അനന്തപുരിയിലോട്ട് വരണോ? എങ്കിൽ പിന്നെ നീ ഇങ്ങോട്ടേക്ക് പോര്. അപ്പൊ പിന്നെ എല്ലാം കൂടി നന്നായിക്കോളും. എങ്കിൽ പിന്നെ ശരി, നീ ബീച്ചിലോട്ട് വാ. അങ്ങനെ അവര് ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ്. അനി നന്ദുവിന് ഫോൺ ചെയ്യാൻ കേട്ടോ. ഇനി കാണിക്കുന്നത് നന്ദുവിന്റെ വീട് നന്ദാവനമാണ്. നന്ദാവനത്തില് നന്ദു എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ആ സമയത്ത് അനിയുടെ ഫോൺ കണ്ടിട്ട് നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കനക നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അനിയുടെ ഫോൺ കണ്ടപ്പോ തന്നെ നന്ദു ഒന്ന് ചുറ്റിലും നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോന്ന്. ഇത് കണ്ടപ്പോ കനക ഒരു സൈഡിലോട്ട് മാറി നിൽക്കാൻ കേട്ടോ. എന്തായാലും ആരും ഇല്ലെന്ന് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് നന്ദു ആ ഫോൺ എടുക്കുന്നത്. ഹലോ അനി. നന്ദു, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലാനി. എന്തേ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ എപ്പോഴാ പുറത്തേക്ക് ഇറങ്ങാ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങും. എന്താ അനി? അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ പിന്നെ പറഞ്ഞോ. എന്തിനു നമ്മൾ കാണാൻ നിൽക്കുന്നേ? അതെന്താ നന്ദു, നിനക്ക് എന്നെ ഒന്ന് കാണാൻ വരാൻ പറ്റില്ലേ? അങ്ങനെയല്ല അനി, ഇനി നമ്മൾ പുറത്ത് വെച്ച് സംസാരിക്കുന്നത് അനാമിക എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അതല്ല നന്ദു, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അനാമികയെ കുറിച്ചാ? അവളെ കുറിച്ചാണോ? അവളെ കുറിച്ചാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട അനി. നന്ദു, ഇത് അവളുടെ ജീവിതത്തെ മാത്രമല്ല എന്റെ ജീവിതത്തെയും കൂടി ബാധിക്കുന്നതാ. ഇപ്പൊ നിങ്ങളാരും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ എനിക്കായിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും.
അനി, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. ശരി, നീ എങ്ങോട്ടേക്ക് വരിക? ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ഇതൊക്കെ കനക ഒരു ഭാഗത്തുനിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ. ആരായിരിക്കും നന്ദൂട്ടൻ ഇപ്പൊ വിളിച്ചത്? ആരോട് ചെല്ലാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ അനിമോൻ എങ്ങാനും ആയിരിക്കുമോ? എന്തായാലും അറിയാൻ ഒരു സമാധാനം ഇല്ല. ഇതും പറഞ്ഞ് കനക നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കനകയെ കണ്ട പാടെ തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. മോളെ, നീ എന്തിനാ ഫോൺ കട്ട് ചെയ്ത്? അത് പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യണ്ട അമ്മേ. അല്ല നന്ദുട്ടാ, ആരാ ഇപ്പൊ വിളിച്ചത്? ഓ അതാണോ? അതെൻ്റെ ഒരു കൂട്ടുകാരനാ. ഏത് കൂട്ടുകാരൻ? രാകേഷ് ഇല്ലമ്മേ, അവനാ വിളിച്ചത്. ഓ രാകേഷ് ആയിരുന്നോ? എങ്കിൽ പിന്നെ മോളെ എനിക്ക് ഫോണൊന്നും തരാവോ? എനിക്ക് നൈനേച്ചിക്ക് വിളിക്കാനാ. നൈനേച്ചിക്കോ? അതിന് അമ്മയുടെ ഫോണിൽ വിളിച്ചൂടെ? എൻ്റെ ഫോണേ ചാർജ് ഇല്ലായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുക. ഞാൻ ഇപ്പൊ കുത്തിയിട്ടിട്ടുണ്ട്. അതിനെന്താ അമ്മേ, ചാർജായിട്ട് വിളിച്ചാ പോരെ? അയ്യോ അത് പറ്റില്ല. ആ സമയത്താണ് ഗോവിന്ദൻ വരുന്നത് കേട്ടോ. ഗോവിന്ദനെ കണ്ടപാടെ തന്നെ നന്ദു പറയുന്നുണ്ട്, നല്ല സമയത്താണ് അച്ഛൻ വരുന്നത്. അച്ഛൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച അമ്മ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇതും പറഞ്ഞ് നന്ദു ഫോൺ എടുത്തോണ്ട് പോവാൻ കേട്ടോ. അപ്പൊ കനക മനസ്സിൽ കരുതുന്നുണ്ട്, ഷേ എങ്ങനെയെങ്കിലും ഒന്ന് അത് അറിയാന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴേ ഗോവിന്ദേട്ട കയറി വരുന്നത്. കനക ഇങ്ങനെ നൊടിയുന്നത് കണ്ടപ്പോ ഗോവിന്ദ പറയുന്നുണ്ട്, എന്താ കനകെ, നീ ഇപ്പൊ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനും തുടങ്ങിയോ? ഞാനേ നിങ്ങളുടെ മോൾ ആർക്കെ വിളിച്ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പല അടവ് എടുക്കായിരുന്നു. ആ സമയത്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിന്റെ അടവൊന്നും അവളുടെ അടുത്ത് നടക്കില്ല. ഓ നിങ്ങളിരിക്കെ, ഞാൻ ഭക്ഷണം എടുക്കാം. ഇതും പറഞ്ഞ് കനക കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബീച്ചില് അനാമികയും അനാമികയുടെ കാമുകനും ഒരുമിക്കുന്നതാണ്. അപ്പൊ വരുൺ പറയുന്നുണ്ട്, എടോ നീ പഴയ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പൊ കുറച്ച് തടിച്ചോന്നൊരു സംശയം. ഓ ഞാൻ പഴയ പോലെയൊക്കെ തന്നെയാ. എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് പറ്റിയില്ലെന്ന് തോന്നുന്നു. ദേ വരുൺ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എങ്ങനെയൊക്കെ ഒരു വിധം അതും ഇതൊക്കെ പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോ തന്നെ വരുണ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരുൺ പറയുന്നുണ്ട്, എന്ന് വെച്ചാ നിനക്ക് ഞാൻ വിളിച്ച എന്നെ കാണാൻ വരാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വരാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ ഞാൻ എപ്പോഴേ വന്നേനെ. ഓഹോ, അപ്പൊ നിനക്ക് അനിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിലായിരിക്കും താല്പര്യം. ദേ വരുൺ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ട. ഓ ഞാനായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. വലിയ പണമുള്ള വീട്ടിലേക്ക് നീ പോകുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ നിന്നെ തടയേണ്ടതായിരുന്നു. ഇപ്പൊ നിനക്ക് വലിയ സ്വത്തും പ്രമാണവും ഒക്കെ ആയപ്പോ നിനക്കിപ്പോ എന്നെ വേണ്ട അല്ലടി? വരുൺ, ഞാൻ നിന്നോട് പറഞ്ഞു ഇതുപോലുള്ള സംസാരങ്ങൾ വേണ്ട എന്ന്. ആ അനിയുടെ മനസ്സിലെ ആ മൊട്ടച്ചി പെണ്ണ നന്ദു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അവരെ ജീവിക്കാൻ നിനക്കങ്ങ് വിട്ടൂടെ? അങ്ങനെ വിട്ടാ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുമോ? കിട്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തായാലും അവരെ അവളെ ഒരുമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, നീ എന്തിനാണ് ആ പെങ്കുച്ചിനോട് പകയും വെച്ച് നടക്കുന്നത്? എനിക്ക് പകയുണ്ടെന്ന് കൂട്ടിക്കോ. അവളെ കുറച്ചൊന്നുമല്ല എന്നെ എന്റെ അച്ഛനും അമ്മയും ദ്രോഹിച്ചത്. അതിനുള്ളത് എനിക്ക് കൊടുത്തേ പറ്റൂ. അതിന് നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ അവളോട് ചെയ്തത് അത്ര ചെറിയ കാര്യമാണോ? എന്താ വരുൺ, നീ എന്നേക്കാൾ സപ്പോർട്ട് ചെയ്യുന്നത് അവളെയാണല്ലോ. ഞാൻ ന്യായം പറഞ്ഞെന്നേ ഉള്ളൂ. ദേ നീ ഒരു കാര്യം ചെയ്യ്, മതിയാക്ക അവന്റെ കൂടെയുള്ള താമസം. നീ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണക്കാര്യങ്ങൾ നോക്കാം. എടാ വരുൺ, അതിന് അവിടുന്ന് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. തൽക്കാലം നീ അവനുമായിട്ട് ഡിവോഴ്സ് വേണമെന്ന് പറ. അവനേതായാലും നിന്നെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുകയല്ലേ. എന്തായാലും അവൻ നിന്നെ വഞ്ചിച്ചതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഭാര്യയെ കാണേണ്ട സ്ഥാനത്ത് അവൻ മറ്റവളെയല്ലേ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയിട്ട് നീ ആ വീട്ടുകാരോട് പറ, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന്. അതങ്ങനെ പെട്ടെന്ന് നടക്കില്ല വരുൺ. എന്തുകൊണ്ട് പറ്റില്ല? നിനക്ക് വിചാരിച്ചാൽ നടത്താൻ പറ്റും. ദേ ഞാൻ എന്നെ ചുരുങ്ങിയത് 1 മാസം കാത്തു നിൽക്കും. അതിനിടയിൽ നീ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ അനിയുടെ കൂടെ ജീവിച്ചോളണം. ഈ വരുണ നിന്റെ കൂടെ ജീവിക്കാൻ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ജീവിതകാലം മുഴുവനും മറ്റൊരുത്തിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്റെ കൂടെ നിനക്ക് ജീവിക്കാം. അതായിരിക്കുമല്ല നിനക്കിഷ്ടം. അവിടെ കയറിപ്പറ്റിയ നീ വലിയ പണക്കാരിയാകുമെന്നും എല്ലാം കൈക്കലാക്കിയതിനു ശേഷം നിനക്കും എനിക്കും ഈ നാട് വിടാന്നല്ലായിരുന്നു വിചാരം. അവിടെ നീ നിന്റെ സ്വന്തം അച്ഛനും അമ്മയും പോലും ചിന്തിച്ചിട്ടില്ല. ആ സ്ഥാനത്ത് ഇപ്പൊ നിനക്ക് എന്താ കിട്ടുന്നത്? ഒരു മണ്ണാങ്കട്ടിയുമില്ല, എന്നുവെച്ചാൽ ഒരു ചുക്കുമില്ല. ഇങ്ങനെ കിട്ടാത്ത ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നീ അവന്റെ കൂടെയല്ലേ ഒന്നില്ലെങ്കിൽ കിടന്നുറങ്ങുന്നത്. വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വരുൺ നിർത്തിക്കോ, ഞാൻ നിന്നോട് പറഞ്ഞു. അത്തരം രീതിയിലൊന്നും ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ എന്നെയും. അവന്റെ മനസ്സ് നിറയെ ആ പെണ്ണാണ്. അതുകൊണ്ട് എന്നോട് അത്തരത്തിലുള്ള വികാരമൊന്നും അവൻക്കില്ല. അങ്ങനെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ മാസം തന്നെ അവനുമായിട്ടുള്ള ബന്ധം പിരിയാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. ശരി, ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യാം. ഓക്കെ, ആ സമയത്താണ് കേട്ടോ നന്ദു അനിയും കൂടി ബീച്ചിലോട്ട് വരുന്നത്. അനി, ഇവിടെ ഒരു പ്രത്യേക കാറ്റല്ലേ. ഹോ, വീട്ടിലിരുന്നിട്ട് സത്യം പറയാലോ ആകെ തളർന്നു. അവിടെ ഇപ്പൊ AC ഒക്കെ ഇല്ലേ എല്ലാ മുറിയിലും. പിന്നെ AC ഒക്കെ ഇട്ട് ഇരുന്നൂടെ? അത് പിന്നെ അനി, എനിക്കിങ്ങനെ AC-ലൊന്നും കിടന്ന് അത്ര പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ AC-ലൊക്കെ കിടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാ.
നീ പിന്നെ അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഏത് സമയം AC തന്നെയല്ലേ, അപ്പൊ പിന്നെ വലിയ ബുദ്ധിമുട്ട് കാണില്ല. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാ എന്നെ വിളിച്ചത് അത് പറഞ്ഞില്ലല്ലോ. വേറൊന്നുമല്ല അനാമിക, അവള് കുറച്ച് ദിവസമായിട്ട് മറ്റൊരു പയ്യന്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നു. അത് മാത്രമല്ല ഡെയിലി അവളുടെ ഫോണിലേക്ക് ഓരോ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഒരു വരുണ്ടേതാ. അവൻ എന്തിനാ അവളെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതെനിക്കറിയണം. എന്ന് വെച്ചാ അനി എന്താ പറഞ്ഞോണ്ട് വരുന്നത്? അത് പിന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതല്ല. എനിക്കൊരു സംശയം, അവളുടെ നീക്കുപോക്കില് എന്താണ് അതിന്റെ വാസ്തവം എന്ന് എനിക്കറിയണം. അതിനിപ്പോ ഞാനെന്താ ചെയ്യാനാ അനി? നീ ഒരു പോലീസ് ഓഫീസറൊക്കെ ആവാൻ പോകുന്ന ആളല്ലേ, അവളുടെ ചുറ്റികളി എന്താന്ന് നീ എനിക്ക് കണ്ടുപിടിച്ചതാ. അയ്യോ, അവളുടെ പിന്നാലെ പോകുന്നതാ എനിക്ക് ഏറ്റവും വലിയ തലവേദന. ആ സമയത്താണ് ഒരു ഭാഗത്ത് നിന്നും ഏതോ ഒരു ചെക്കനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനാമികയെ നന്ദുവിന്റെ കണ്ണി പെടുന്നത്. അപ്പൊ തന്നെ നന്ദു പറയുന്നത്, അനി അത് അനാമികയല്ലേ? എവിടെ നോക്കട്ടെ. ആ ഇത് അനാമിക തന്നെ. ഇവളെന്താ ഇവിടെ? ഇവളെ ഏതോ ഒരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് നന്ദു, ഞാൻ പറഞ്ഞല്ലേ ഇവന്റെ കൂടെ തന്നെ ഇവള് കറങ്ങുന്നത് ഏത് സമയവും. എങ്കിൽ പിന്നെ എന്റെ അനി ഇതിവളുടെ കാമുകൻ വല്ലതും ആവാനാ സാധ്യത. അതെ, അവളുടെ കാമുകൻ തന്നെയാ നന്ദു. അനി അങ്ങനെ നമ്മളങ്ങനെ ഉറപ്പിച്ച് പറയുന്നും വേണ്ട, ഇനിയിപ്പോൾ അല്ലെങ്കിലോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഫോണിൽ പകർത്തുന്നത് നല്ലതാ. എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊന്നും ചോദിച്ചറിയണ്ട, ആദ്യം അവന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പം മനസ്സിലാവും ഇവൾ ആരാണെന്നുള്ളത്. എന്തായാലും നന്ദുവിന്റെ അനിയുടെയും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോവാണ്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് ബാക്കി എപ്പിസോഡ് കിട്ടാനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.